ഇത് എയർ ഗണ്ണാണ്. ഇതിൽ സിലിണ്ടറിൽ ഇതിൽ എയർ നിറച്ചിട്ട് നമ്മളിത് നോർമൽ കിളികളെ അല്ലെങ്കിൽ മൊയിൽ അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള എയർ ഗണ്ണാണ്. എയർ സിലിണ്ടറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, സ്പ്രിങ് അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ നമുക്കൊരു 13 ഷോട്ട് വരെയും ഇതിൽ അടുപ്പിച്ച് അടിക്കാം. അത് കഴിഞ്ഞിട്ട് തിരികെ കത്തിച്ച് നിറച്ചിട്ട് തിരികെ നമുക്ക് ഏകദേശം നമുക്കൊരു 500 ഷോട്ടിനുള്ള ഒരു ഗ്യാസ് സീലുണ്ടാവും. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്പ്രിങ് ആക്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ആണ്. ഇത് എയർ ഗൺ തന്നെ കിളികൾ, മൊയിൽ അങ്ങനത്തെ ചെറിയ മൃഗങ്ങളെ വെടിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മുടെ 22 നാട്ടിലൊക്കെ ഉള്ള 22. ഇത് ഏകദേശം നമുക്ക് അത്യാവശ്യം ലോങ് റേഞ്ച് നമുക്ക് വെടിവെക്കാം. ഒരു 100 മീറ്റർ വരെയൊക്കെ വെടിവെക്കാൻ പറ്റിയതാണ്. കിളികൾ, ഫോക്സ്, പിന്നെ മൊയൽ അങ്ങനത്തെ ചെറിയ മൃഗങ്ങൾ, പിന്നെ ചെറിയ മാനുകളൊക്കെ ചെറിയ ടൈപ്പ് മാനുകൾ ഇതുകൊണ്ട് വെടിവെക്കുക 22. ഇത് ഷോട്ട് ഗൺ, 2 ബാരൽ ഡബിൾ ബാരൽ ഷോട്ട് ഗണ്ണാണ്. ഇത് കിളികളെ വെടിവെക്കാനും ഫോക്സ്, മൊയൽ അങ്ങനത്തെ ഉള്ള ചെറിയ മൃഗങ്ങൾ വരെയും ഇതുകൊണ്ട് വെടിവെക്കാം. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റൈഫിള് 6.5. ഇത് നമുക്ക് ലോങ് റേഞ്ചിന് പറ്റും. വളരെ ഫ്ലാറ്റാണ്. 3 to 5 കിലോമീറ്ററാണ് ഇതിൻ്റെ ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 400-600 മീറ്റർ വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെടിവെക്കാം. മാന് തൊട്ട് നമുക്ക് സീബ്ര വരെയും ഇതുകൊണ്ട് വെടിവെക്കാം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന റൈഫിൾ ഇതാണ്. വളരെ ലോങ് ആണ്, ലോങ് പോവും, സ്ട്രെയിറ്റ് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ നായാട്ടിന്. ഇത് 308. പക്ഷെ ഇതിനെ വെച്ചേക്കണത്, ഇത് ഞാൻ നൈറ്റിൽ വെടിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തെർമലാണ്. അപ്പോൾ നമുക്ക് ടോർച്ച് അടിക്കാതെ തന്നെ മൃഗത്തിൻ്റെ ഹീറ്റ് സെൻസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പന്നി, കാട്ടുപന്നി അല്ലെങ്കിൽ അങ്ങനത്തെ രാത്രി കിട്ടുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. ഇത് തെർമലാണ്, സ്കൂപ്പല്ല. അപ്പോൾ ഇതുകൊണ്ടാണ് രാത്രി പന്നി വെടിവെക്കാനോ അല്ലെങ്കിൽ രാത്രി കിട്ടുന്ന മൃഗങ്ങൾ, ഇങ്ങനെ കാറ്റ് വർഗത്തിൽപ്പെട്ട സെർവൽ അങ്ങനത്തെ മൃഗത്തിനെയൊക്കെ വെടിവെക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് 300. ഇത് നമ്മൾ വലിയ മൃഗത്തിനുള്ളതാണ്, പവർ കൂടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ജിറാഫ് അല്ലെങ്കിൽ സീബ്ര അങ്ങനെ വലിയ മൃഗം, ഈലൻ്റെ ഇങ്ങനത്തെ വലിയ മൃഗങ്ങൾക്ക് വെടിവെക്കുന്നതാണ് ഇത് 300 എന്ന് പറയും. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും പവർ കൂടിയത്, 375 എന്ന് പറയും. ഏറ്റവും ബിഗ് ഗെയിമിന് ഉപയോഗിക്കുന്നതാണ്. ആന, കാട്ടുപോത്ത് ഇതിനൊക്കെ മിനിമം 375 ഓർ എബവ് ഉള്ള കാലിബറുള്ള റൈഫിളുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നിയമപരമായിട്ട്. അപ്പോൾ ഇത് ആനേനെ വെടിവെക്കാനും, കാട്ടുപോത്ത്, പിന്നെ വേണമെങ്കിൽ ജിറാഫ്, ലെപ്പേഡ്, ലയൺ, ഹിപ്പോ, റെയിനോ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് 375. ഇതാണ് വലിയ മൃഗങ്ങൾക്ക്, ബിഗ് ഗെയിം അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗെയിമിന് പോകുമ്പോൾ ഈ റൈഫിളായിരിക്കും കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ റൈഫിൾ കളക്ഷനുകളും ഓരോ റൈഫിളുകളുടെ പ്രത്യേകത.